അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുദ്സിയ ഹദീസിലൂടെ പറയാം, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ ഒരു ഒളിക്കപ്പെട്ട രഹസ്യമാക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅറദ്തു അൻ ഉദ്ഹറ, എന്റെ പരസ്യപ്പെടുത്തൽ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ പരസ്യപ്പെടുത്തൽ അല്ലാഹു തആല ആഗ്രഹിച്ച കാരണത്താലാണ് ഈ ലോകത്തുള്ള മനുഷ്യരെയും ജിന്നുകളെയും മറ്റുള്ള സർവ്വ ചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും അല്ലാഹു തആല വെച്ചു. ആ നിയമങ്ങൾക്കാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ പ്രബോധനം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചാണ്. അല്ലാതെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇസ്ലാമിന്റെ സ്ഥാപകൻ, ഇസ്ലാമിന്റെ സ്ഥാപകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് തുടങ്ങിയത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലാണ് പ്രചരിപ്പിച്ചത്. അവസാനത്തെ പ്രവാചകനാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ. അന്ന് ആ പരിശുദ്ധ ഖുർആനിന്റെ പിറന്നായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നപ്പോൾ ആദ്യമായി മുത്തുനിമിത്തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ആരും തയ്യാറായില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ ബഹുമാനപ്പെട്ട സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ മഹാനവറുകളിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച കാരണത്താൽ രണ്ട് ഒട്ടകത്തെ അപ്പുറം ഇപ്പുറം വെച്ച് ഒരു ഒട്ടകത്തിന്റെ കാലിൽ മഹദിയവരുടെ ഒരു കാല് കെട്ടി, മറ്റു ഒട്ടകത്തിന്റെ കാലിൽ മഹദിയവരുടെ വേറെ കാലിൽ നവത്തെ കാലിൽ കെട്ടിയിട്ട് ഈ ഒട്ടകത്തെ ഓടിപ്പിച്ചു. അങ്ങനെ ഓടിപ്പിച്ചിട്ട് മഹദിയവരുടെ ആ യോനിയിൽ ചുട്ടുപൊള്ളുന്ന വലിയ ഇരുമ്പ് പറ്റി മഹാനായ മഹദിയായ സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയെ കൊന്നു. സഹാബികൾക്ക് വളരെ വേദനാജനകമായ അവസ്ഥയുണ്ടായി. എന്നിട്ടും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ചെന്നുകൊണ്ട് അവരെ ആദരാതി വിളിച്ചപ്പോൾ മഹാനായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സബറൻ ജമീല, ക്ഷമിക്കണം മക്കളെ, സഹിഷ്ണുതയോടെ വർക്ക് ചെയ്യണം. നിങ്ങൾ ആരെയും കൊല്ലാൻ വേണ്ടി പോകണ്ട. അല്ലാഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് ആഹ്വാനം ചെയ്യും. പക്ഷേ ആയിട്ടില്ല. ക്ഷമിക്കുന്നതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാതെ സ്വഹാബികളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ഇവിടെ കൊണ്ട് മക്കയിൽ എന്തൊക്കെയുണ്ട്? മഹാന്മാരായ സഹാബത്തിന്റെ വീടുണ്ട്, സ്വത്തുക്കളുണ്ട്, മറ്റെല്ലാ സാമഗ്രികളും ഇവിടെ വെച്ചിട്ടാണ് അവരൊക്കെ ഹിജ്റ പോയത്. ആ സ്വത്തുക്കളൊക്കെ സംഭരിച്ചുകൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും ആ സ്വത്തുമായിട്ട് സിറിയയിലേക്ക് യാത്ര ചെയ്യാൻ. അങ്ങനെ യാത്രയിൽ വലിയ കൊള്ളലാഭം കിട്ടി. എന്തിനു വേണ്ടിയാണ്? മകരായ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വേണ്ടി. നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാദകൊണ്ടുണ്ടാക്കിയ മതമാണ്. ഇസ്ലാം ഒരു തീവ്രവാദ മതമാണ്, വർഗീയവാദം അല്ല. ഒരിക്കലും ഇസ്ലാം വർഗീയതയോട് യോജിക്കുന്ന ഒരു മതമല്ല, ഐക്യപ്പെട്ടു പോകുന്ന മതം. നിങ്ങൾ സമാധാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതമാണ്. എത്രത്തോളം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയാണ്. ആ ഏകാധിപതിയായ ഭരണാധികാരി ഒന്നും പ്രശ്നമില്ല. മുത്തുനിബിതങ്ങൾക്ക് അവിടെയുള്ള ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മറ്റുള്ള മുസ്ലിങ്ങളെയും അടിച്ചമർത്താനാണ് മദീനയിലെ. പക്ഷേ നിബിതങ്ങള് ഒരു മതേതര ഗവൺമെന്റാണ് രൂപീകരിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ കൊല്ലാൻ തക്കം പാർക്കുന്ന സുമാമത്തുൽ ഉസാരി എന്ന വലിയ പണക്കാരൻ ഉംറയ്ക്ക് വേണ്ടി ആ മദീനയിലൂടെ പോയാൽ, അങ്ങനെ മദീനയിലൂടെ പോകുമ്പോൾ ഈ മദീനയുടെ അതിർത്തിക്കാലക്കാരായ സഹാബികൾ ഈ സുമാമയെ കാണുന്നു. അദ്ദേഹത്തെ കുറിച്ചു വെക്കുന്ന കാലക്കാർ കുറിച്ചു വെക്കുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയാണ് ഉസ്മാനോട് എന്ത് സ്വായാണ്?
സുമാമത്തിന് പറയുകയാണ്, നബി തങ്ങൾ സഹാബികളെ കൊന്നുകളഞ്ഞ, നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ചട്ടം കെട്ട് ഇങ്ങനെ തക്കം പാർത്തേക്കുന്ന ആ സുമാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ എടുക്കുന്നു. കയ്യും കാലും കയ്യിൽ കെട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, മാലക്കയ്യ സുമാമ, നമ്മളവൻ കിട്ടും കൊല്ലല്ലേ? നബി തങ്ങൾ വലിയ രാജാവാണ്, മദീന രാജാവാണ്. മാലക്കയ്യ സുമാമ, സുമാമ നിനക്ക് എന്താണ് വേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുമാമ പറഞ്ഞത്, ഏ മുഹമ്മദ്, ഏ മുഹമ്മദ്, മുഹമ്മദേ, നീ എന്നെ കൊല്ലാതെ വിടുകയാണെങ്കിൽ ഞാൻ ഒരു നന്ദിയുള്ളവനാകും. അതേസമയം നീ കൊല്ലുകയാണെങ്കിലോ കൊല്ലേണ്ടവൻ തന്നെയാണ് നീ കൊല്ലുന്നത്. പിറ്റുന്ന സഹാബിയോട് പാടും പഴവും കൊടുക്കുന്നു, പാലും പഴവും കൊടുക്കുന്നത് കൊടുത്തു. രണ്ടാമത് ദിവസം ചോദിച്ചു, അദ്ദേഹം മറുപടി പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ചോദിച്ചു, അതേ മറുപടി പറഞ്ഞു. എന്നിട്ട് പറയാണ്, എന്നിട്ട് പറഞ്ഞ ഇങ്ങനെ കട്ടയിച്ചു വിട്ടു. അങ്ങനെ സുമാനെ കട്ടയിച്ചു വിടുന്നു. പക്ഷേ സുമാന പോയില്ല. തിരിച്ചു വന്നുകൊണ്ട് മുഖ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ മുഹമ്മദ്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട മുഖമുണ്ടെങ്കിൽ അങ്ങയുടെ മുഖമാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം അങ്ങയുടെ മുഖമാണ് മുഹമ്മദേ. അങ്ങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ, അതിന് ഏറ്റവും വെറുക്കപ്പെട്ട മകൻ അങ്ങയുടെ മതമായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അങ്ങയുടെ മതമായിരിക്കുന്നു. എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട നാട് അങ്ങ് താമസിക്കുന്ന മദീനയായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഇന്ന് മദീനയായിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അദ്ദേഹം ഇസ്ലാം വിശ്വസിക്കുക. അപ്പോൾ ഇസ്ലാം വർഗീയതയുടെയോ തീവ്രവാദത്തിന്റെയോ മതമല്ല. ഇവിടെ അത് യുദ്ധം നടക്കാനുള്ള കാരണം എന്താണ്? ഇവര് സിറിയയിലേക്ക് പോയിട്ട് 50,000 ദീനാറിന്റെ സ്വത്തൊക്കെ ലാഭം കൊണ്ടുപോവുകയും 1000 മാനകൾ അകമ്പടിയോടുകൂടി തിരിച്ചു വരികയാണ്. എന്തിനു വേണ്ടിയാണ്? മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി. അപ്പം ജൂലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാ സിറിയയിൽ നിന്ന് കുറച്ച് ആൾക്കാർ സമ്പാദ്യം വരുന്നുണ്ട്, അത് കുറിച്ചോ, അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അങ്ങനെ എന്തായി? 313ഓളം 313 ആളുകൾ. ഇതൊക്കെ എത്ര കുതിരയാണ്? 2 കുതിര, 60 ഒട്ടകം, കുറച്ച് പടയൻ. ഇതുമായിട്ടാണ് അവരിങ്ങനെ പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിന് വേണ്ടി പോയതല്ല. ഈ സാധനം എന്താക്കാം പിടിച്ചെടുക്കാൻ വേണ്ടി. അതിന്റെ ഇടയിൽ അബൂ സുഫ്യാന് മണത്തറിഞ്ഞിട്ട് ഇവരെന്തായി? വേറെ വഴിക്കൂടി അദ്ദേഹം പുറപ്പെട്ടു. അതിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഈ അബൂ സുഫ്യാനും ഒരു ദമ്മത്തുൽ ഗിഫാരി എന്ന ഒരു ചങ്ങായിട്ട് 200 ദീനാർ കൊടുത്തിട്ട് മക്കയിലേക്ക് വിവരം അറിയിക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ മുഹമ്മദ് സംഘവും നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഇടയിൽ മക്കയിലും ഒരു സ്വപ്നം. എന്താ സ്വപ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരി ആത്തിക്കാത്തിന്റെ ഒരു സ്വപ്നം കാണാം. എന്താ സ്വപ്നം? അതായത് ഈ അബൂൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ഒരു കുതിരക്കടയാറ് ഇങ്ങനെ വിളിച്ചു പറയാണ്. എന്താ വിളിച്ചു പറഞ്ഞത്? ഓ വഞ്ചകരെ, നിങ്ങൾക്കിതാ നിങ്ങൾ മരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുകയെന്ന് വിളിച്ചു പറയുന്നു. ഈ സ്വപ്നം ആര് കണ്ടു? ആദിക്കാബൂഹു കണ്ടു. അങ്ങനെ ആദിക്കാബൂഹു ഈ സ്വപ്നം മൊത്തമായി പ്രചരിപ്പിച്ചു. പ്രചരിച്ചപ്പോൾ അബൂജഹലും അത് കഴിയാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരന്മാരൊക്കെ അവിടെയുണ്ട്, ഉപ്പയുടെ സഹോദരന്മാരൊക്കെ ഉണ്ട്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു നബി വന്നിട്ടുണ്ട്, ഒരു മുസാനവൻ, ഒരു നബിച്ചും വന്നിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും അറിവിൽ ഏറ്റവും കള്ളന്മാരാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ 3 ദിവസത്തിന്റെ ഇടയിലാണ് ഈ ദമ്മത്തുൽ ഗിഫാരി ഈ വിവരവുമായി വന്നത്. അദ്ദേഹം വന്നിട്ട് ഒട്ടകത്തിന്റെ മൂക്ക് പിടിച്ചു. അത് പ്രകാരം തന്നെ അദ്ദേഹത്തിന് കുപ്പായൊക്കെ കയറി അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയതിനു ശേഷം പറഞ്ഞു, ഇതാ മുഹമ്മദും സംഘവും അബൂ സുഫിയാന്റെ കച്ചവട സ്ഥാനം പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോ അനിവരും അബൂജഹലും മറ്റൊന്നായി പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ ഇടയിൽ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടുവെന്നും
പക്ഷെ അബൂജഹലുകൾ എന്താ നടക്കുക, നമ്മളെന്താണ് കുതിരയിൽ 200 കുതിരകളാണ്. 200 കുതിരകൾ, 600 ഒട്ടകം, അതുകൊണ്ടാണ് തന്നെ 100ഓളം അങ്കികൾ. അങ്ങനെ 600 അങ്കികളും 100 കുതിരകളും 600ഓളം 700ഓളം ഒട്ടകങ്ങളുമായിട്ടാണ് അവർ പോകുന്നത്. ഇപ്പോഴുണ്ടെങ്കിൽ ഒരു 60 ഒട്ടകവും 2 കുതിരവും കുറച്ച് അങ്കികളും മാത്രം. അങ്ങനെ ബദറിൽ വെച്ച് വലിയ പോരാട്ടം നടക്കാൻ. പോരാട്ടത്തിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും വിജയം കൈവരിക്കുകയും അതിനെ ഓർപ്പെടുത്തുന്ന ദിവസമാണ് ബദർ ദിവസം. ആ ദിവസം ഓർമ്മിക്കലും അവർ സ്മരിക്കലും തീർച്ചയായിട്ടും നമ്മുടെ മുസ്ലിങ്ങളുടെ കടമയാണ്. ആ ബദരീങ്ങൾ വിജയിച്ചില്ല എങ്കിൽ നമുക്ക് ഇതേപോലെ നിസ്കരിക്കാൻ വേണ്ടി കഴിയില്ല, നോക്കാൻ വേണ്ടി കഴിയില്ല, മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും അവരെ സ്മരിക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബഹുമാനപ്പെട്ട ഉബയ്യത്ത് നമ്മളെങ്ങനെ ചോദിക്കും, എന്തൊക്കെ ബദരീങ്ങളൊക്കെ പാടിക്കൊണ്ട് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ബദരീങ്ങൾ പാടാൻ വേണ്ടി പറഞ്ഞ ബഹുമാനപ്പെട്ട ഉബയ്യത്ത് റളിയല്ലാഹു അൻഹു സഹാബി എന്താ മഹാദേവർ പറഞ്ഞാണ്, എന്റെ വിവാഹ സമയത്ത് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലെ കട്ടിലിങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ ചെറിയ പെൺകുട്ടികൾ, വലിയ പെൺകുട്ടികളല്ല, ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ പാടുന്നു. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ മുത്തുനബിനെ പറയാം. അതുകൊണ്ട് അവൻ പാടുന്നതാ ബദരീങ്ങളെ സംബന്ധിച്ച് ബദരീങ്ങളെ ഇങ്ങനെ പാട്ട് പാടും. ബദരീങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേരും. അത് പാട്ട് പാടിക്കൊണ്ട് മുത്തുനബിനെ കണ്ടപ്പോൾ മുത്തുനബിനെ കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ പറഞ്ഞു, നമ്മളുടെ ഒരു നബിയുണ്ട്, ആ നബി നാളുകളുടെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ അറിയും. ഈ പാട്ട് പാടിയിട്ട് മുത്തുനബി പറഞ്ഞത് അതിപ്പോ നിങ്ങൾ നേരത്തെ ബദരീങ്ങളെ പറ്റി പറയില്ലേ, അത് നിങ്ങൾ എന്തായിട്ടും പഠിക്കൂ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബദരീങ്ങളെ സ്മരിക്കാൻ വേണ്ടി മുത്തുനിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുത്തുനിബിധങ്ങൾ തന്നെ പറഞ്ഞത് നബിമാരെ സ്മരിക്കലും അത് വിഭാഗത്താണ്. മഹാന്മാരായ ഔലിയാക്കന്മാർ മഹാന്മാരെ സ്മരിക്കലും അത് നമ്മുടെ ദോഷം പൊറുപ്പിക്കാനുള്ള കാരണം കൂടിയാണ്. അതുകൊണ്ട് ആ മതം എല്ലാവരും പങ്കെടുക്കുക. അതുകൊണ്ട് അതിനുള്ള ഭക്ഷണം, ആ ഭക്ഷണവും നല്ലത് തന്നെയാണ്. അതായത് ആണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കുക, അവർ സ്മരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് അത് പുണ്യമുള്ള കാര്യമാണ്. മഹാന്മാരെ സ്മരിക്കാൻ പാടുന്ന പറയുന്ന കാരണം ഞാൻ കണ്ടിട്ട് പോകുന്നില്ല. ലഭിത്തങ്ങളെ ഭാര്യമാരുടെ ഏറ്റവും പൊറുക്കാരോടാണ് ഖദീജ ബിബിയോടാണ്. ഞാൻ ഖദീജയെ കണ്ടിട്ട് പോയില്ല. അപ്പൊ പറയുന്നത് അപ്പം എപ്പോഴും ഖദീജ ബിബിനെ പറ്റി ഇങ്ങനെ പറയും. അപ്പം ഞാൻ ചോദിച്ചു, മുത്തനബിയെ ഖദീജയല്ലാതെ മറ്റുള്ള ഭാര്യമാരൊന്നും ഇല്ലേ? അപ്പം മുത്തനബി തങ്ങൾ പറഞ്ഞു, ഖദീജ അങ്ങനെയാണ്, ഖദീജ ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. ബഹുമാനപ്പെട്ട സ്മരിക്കാറുണ്ട്. മാത്രമല്ല മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും ജന്നത്തുൽ ബഖീൽ മഹാന്മാരായ സഹാബികൾ അന്തിയുറങ്ങുന്ന സ്ഥലങ്ങൾ എല്ലാ വർഷവും അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് മഹാന്മാരുടെ കിതാബിൽ രേഖപ്പെടുത്തി കാണുന്നു. മാത്രമല്ല ഖദീജ റളിയല്ലാഹു തആലയുടെ ആണ്ടിന്റെ സമയത്ത് ഖദീജയുടെ സുഹൃത്തുക്കൾക്ക് പടയിറച്ചി കൊണ്ടുപോയി കൊടുക്കാറുണ്ടെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മഹാന്മാരെ സ്മരിക്കുക, അത് സ്മരിക്കുക, അത് പുണ്യങ്ങളുടെ കാര്യമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതിന് പ്രതിഫലം നൽകുന്നു. ഇൻഷാ അല്ലാഹ് ആ മുഹൂർത്തത്തിൽ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീകളെ ബർക്കത്തുകൊണ്ട് ഈ ലോകത്ത് നമ്മുടെ കാവൽ മാറാവട്ടെ. ബദരീകളെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മഹല്ലിൽ വിജയം മാറാവട്ടെ. റഹ്മാനായ അല്ലാഹു ബദരീകളെ നോട്ടം ഞങ്ങളുടെ മഹല്ലിൽ നൽകണം. അല്ലാഹ് റഹ്മാനായ അല്ലാഹു ബദരീകളെ നോട്ടം ഞങ്ങളുടെ വീട്ടിൽ നൽകണം. അല്ലാഹ് എല്ലാവർക്കും കാവൽ നൽകണം. അല്ലാഹ് നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ബദരീകളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് റഹ്മാനായ അല്ലാഹു പാപികളാണ്, അല്ലാഹ് ദോഷികളാണ്. അല്ലാഹ്
നിസ്കരിക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ നിസ്കരിച്ചില്ല അല്ല, നോക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ നോക്കിയില്ല അല്ല, ഈ കൽപ്പിച്ചതൊന്നും ഞങ്ങൾ ചെയ്തില്ല അല്ല, ഈ വിരോധവും ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളുടെ മാപ്പാക്കലുണ്ടല്ല, ഞങ്ങൾ മാപ്പാക്കലുണ്ടല്ല, ത്തിന്റെ പ്രസ്ഥാനമല്ല, ഒന്നും ചെയ്തില്ല അല്ല. നിങ്ങളുടെ വർക്കത്തിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണം അല്ല, സ്വാധീനങ്ങൾ പൊരുത്തണം അല്ല, അതിന്റെ കുറവുകൾ പൊരുത്തണം അല്ല, രോഗികളുടെ ശിഫയാക്കി കൊടുക്കണം അല്ല, സന്തോഷം നൽകണം അല്ല, ശ്രദ്ധ നൽകണം അല്ല. നിങ്ങളുടെ വർക്ക് നിർമ്മാണമാകെ ഞങ്ങൾക്ക് ചെറിയ രോഗം കൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂന്നിനെ ചെറിയ രൂപത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുക. സഹായം ഒന്നും തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കില്ലല്ല. എല്ലാവരും നീ സ്വീകരിക്കണം അല്ല, ആരെയും നീ വെറുതെ ആക്കല്ല, ആര് കൈവടിഞ്ഞാൽ നീ കൈവടിയല്ല അല്ല, നിന്നെ പേടിക്കുന്ന ഹൃദയം നൽകണം അല്ല, കഴിവും ശുദ്ധിയാക്കണം അല്ല. ഏത് സ്ഥിതിയെത്തായാലും എങ്കിലും ദൈവ സ്നേഹത്താലും എന്നെ പേടിക്കുന്ന ഹൃദയങ്ങൾക്ക് നൽകണം അല്ല, എന്നെ പേടിക്കുന്ന ഹൃദയങ്ങൾക്ക് നൽകണം അല്ല. സ്വർഗത്തിന്റെ അധിപതിയില്ല അല്ലാ, പക്ഷേ ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബക്കാരാണ് സ്വർഗത്തിന്റെ അവകാശപ്പെടുത്തണം അല്ലാ. നരകത്തിൽ കടുത്തല്ല അല്ലാ, നരകത്തിൽ ഒരുമിച്ച് പോലും ഒരു സെക്കൻഡ് പോലും നരകം ചൂട് സഹിക്കാനായിട്ട് കഴിയില്ല അല്ലാ. നരകത്തിന് ഞങ്ങൾക്ക് കാവൽ നൽകണം അല്ലാ, കാവൽ നൽകണം അല്ലാ. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ.